ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ്, ഷൊർണൂരാണുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു പൂരത്തിൻ്റെ ദിവസത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ രാവിലെ നീച്ച് വന്നിട്ട് നിൽക്കണ നിൽപ്പാണ്. അങ്ങനെ വേഗം പോയി പല്ലൊക്കെ തേച്ച് ഓടി വന്നു അത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അമ്മ ചായ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളുകൾ ഇപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇതാ 2 ട്രിപ്പ് 3 ട്രിപ്പൊക്കെ ആയിട്ട് ചായ അങ്ങനെ വെച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാത്രത്തിൽ പാൽ ചായയും പിന്നെ ഒരു പാത്രത്തിൽ കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചോറിനുള്ളത് അതവിടെ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വീടൊക്കെ ഹോം ടൂർ വീഡിയോ ആയിട്ട് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ആ ഒരു ലിങ്ക് കൊടുക്കാം കേട്ടോ, ആ ഒരു വീഡിയോൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഇതാ രാവിലെ തന്നെ പപ്പ അപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പോത്തുണ്ടിക്ക് ഒരു വാടക ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പൂരാണെങ്കിലും നമ്മുടെ വയറ്റുപഴുപ്പ് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഓട്ടം ഉണ്ട്. അപ്പോൾ പപ്പ അതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഫോണൊക്കെ പിടിച്ച് കുറച്ച് നേരം ഉമ്മറത്തേക്കൊക്കെ വന്നു. അപ്പോൾ അതാ പപ്പ പോണതും അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പൂരം ആയിട്ട് ഞാൻ അമ്പലത്തിൽ പോയതും അമ്പലത്തിലെ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഞാൻ ഓടിപ്പോയി വേഗം ചൂടുവെള്ളമൊക്കെ അമ്മ വെച്ച് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു ഞാനും ചേച്ചിയുടെ മക്കളും എൻ്റെ മക്കളൊക്കെ കൂടി അമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അപ്പോൾ പപ്പ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിന്നിപ്പോൾ വീടിൻ്റെ അടുത്തൊരു ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ അത് കൂടെ അങ്ങനെ നടന്നിട്ടാണ് നമ്മുടെ അമ്പലത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏത് അമ്പലത്തിലെ പൂരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. ഷൊർണൂർ കോങ്കുന്നത്ത് ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ പൂരാണ് കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ച ദിവസമായിരുന്നു പൂരം ഉണ്ടായിരുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ അങ്ങനെ ഇന്നിപ്പോൾ ഒരു മിഡി ടോപ്പൊക്കെ ഇട്ടിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വേഷങ്ങളൊന്നും അധികം ഇടാറൊന്നുമില്ല. എപ്പോഴും ചുരിദാറും ഇതൊക്കെ തന്നെയാണ് ഇടാറ്. അപ്പോൾ ഇതൊരു 4 വർഷം മുമ്പ് നമ്മുടെ ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ ഒരു അനിയത്തിയുടെ കല്യാണ റിസപ്ഷന് വേണ്ടിയിട്ട് അടുപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 വട്ടമൊന്നും ഇട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വീട്ടിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടതാണ്. അപ്പോൾ എൻ്റെ കൂടെ കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് അത്ര വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെ ആട്ടവും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു ഇതായിട്ട് എടുക്കണില്ല. പിന്നെ നമ്മൾ നടന്നു പോയിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇനിയിപ്പോൾ എൻ്റെ സ്വന്തം വോയിസിലൊക്കെ സംസാരിക്കുള്ളൂ കേട്ടോ. അവിടെ സിംഗലിംഗല്ലോ ആരുടെ അങ്ങനെ ഞങ്ങൾ നടന്നത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളാണ് വീഡിയോ എടുത്തു തരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവരിതേ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കണ പോലെ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാനൊരു ഭാഗം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂട്ടിച്ചേർത്തതാണ് കേട്ടോ. എന്തായാലും നമുക്ക് വേണ്ടി അവർ വീഡിയോ ഒക്കെ എടുത്തു തന്നതല്ലേ. അപ്പോൾ ഞാൻ പോയി വഴിപാടാക്കി എല്ലാവരുടെയും പേരിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ദേവീനെ തൊഴാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പൂരമായതുകൊണ്ട് തന്നെ നമ്മുടെ ദേശവാസികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ കുറേ പേര് തൊഴുത് ഇപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തൊഴാനായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. പുഷ്പാഞ്ജലിയുടെ പ്രസാദം വെയിറ്റ് ചെയ്തിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. അങ്ങനെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ അമ്പലം നല്ല അടിപൊളിയായിട്ട് പൂവ് കൊണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൂരത്തിൻ്റെ അന്ന് തൊഴാൻ വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അവളെവിടെ?
ഇതിനെ പുഷ്ടിപ്പെടുന്നു. നർത്തകികളായി കഴിഞ്ഞാൽ ഏറ്റവും അങ്ങനെ ദേവിയെ കണ്ട് തൊഴുത് നമ്മുടെ പരാതിയും പരിഭവങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചു. അതിന് ശേഷം നമ്മുടെ ഈ അമ്പലത്തിൻ്റെ തൊട്ട് തന്നെ ഒരു പ്രാർത്ഥനാ ഹാളൊക്കെ പോലെ ഉണ്ട് കേട്ടോ. അതായത് ചെറിയൊരു മണ്ഡപമൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു ശിവലിംഗത്തിൻ്റെ ഒരു പ്രദർശനം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ പറ്റിയിട്ട് കുറേ ആത്മീകമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കയറി കണ്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. പിന്നെ തിരിച്ചു പോണ വഴിക്ക് നമ്മുടെ ശ്രീകുട്ടിക്ക് കുറച്ച് കളിപ്പാട്ടം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണം. അങ്ങനെ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭഗവതിനെ തൊഴുത് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഷൊർണൂർ ഉള്ള ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല, വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഒരു തപ്പലും ഇടറലൊക്കെ വരുന്നുണ്ട്. അതുണ്ടോ നോക്കടാ, അതുണ്ടോ നോക്കടാ. ഇങ്ങനെ എറിഞ്ഞ കൈക്ക് തിരിച്ചു ഇതുണ്ട്. ഇവിടെ പേന പോലത്തെ എന്തെങ്കിലും ഉണ്ടോ? പേന കുഞ്ഞാ വീഡിയോ ഉണ്ടോ? അപ്പോൾ ഇപ്പോൾ പോയത് നമ്മുടെ കിഴക്ക് ദേശത്തിൻ്റെ ആളുകളാണ് കേട്ടോ. ദേശ കമ്മിറ്റിയിലുള്ള ആളുകളും കുട്ടികളും എല്ലാവരും അമ്മമാരും ഒക്കെയാണ്. താലമൊക്കെ എടുത്തിട്ട് തിടമ്പ് പൂജ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിടമ്പൊക്കെ പൂജിച്ചിട്ട് അവർ കൊണ്ടുവരും. പിന്നെ നമ്മുടെ കിഴക്ക് ദേശത്തിൻ്റെ ഇവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവുക, ആനേനെ ഇതാക്കലും പരിപാടികളൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങോട്ട് അത് പൂജിച്ചിട്ട് അവർ കൊണ്ടുവരും. അതിന് പോയതാണ്. നിനക്കൊന്നും പറ്റില്ല, കാലിൽ നീളമുള്ളവർക്കേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വരുന്ന വഴിക്ക് ഇത് ഇവിടെ ഒരു ചെറിയൊരു കനാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെക്കന്മാരാണെന്നുണ്ടെങ്കിൽ ആ കനാലൊക്കെ ചാടി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ശ്രീകുട്ടനോട് പറഞ്ഞു, നിനക്കൊന്നും പറ്റില്ല, കാല് നീളമുള്ളവർക്കേ പറ്റുള്ളൂ, വേണ്ടാത്തതിന് പോകണ്ടാന്ന്. അങ്ങനെ അപ്പു അച്ചുമൊക്കെ അതൊക്കെ ചാടി കടന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഉച്ചയാകുമ്പോൾ നമ്മുടെ ഇവിടെ കിഴക്ക് ദേശത്തിൻ്റെ ഇവിടെ തന്നെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് അന്നദാനം കഴിക്കാനൊക്കെ പോയി. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നിന്നപ്പോൾ കാവടിയൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ പൂരത്തിൻ്റെ ഒപ്പം പോകാനും ഇതാക്കാനൊന്നും എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടു. പിന്നെ അമ്മേനെയും കുട്ടികളേനെയൊക്കെ ഏൽപ്പിച്ചു കേട്ടോ. പൂരത്തിൻ്റെ അവിടുത്തെ വീഡിയോസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ അവരൊക്കെ എടുത്തതാണ്. ഞാൻ പൂരത്തിനൊന്നും പോയില്ല. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതു, ഉച്ചയാകുമ്പോൾ ഒന്ന് പോയി അന്നദാനം കഴിച്ചിട്ട് വന്നു. അത്രേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിഴക്ക് ദേശത്തിൻ്റെ ആനയുടെ തിടമ്പും ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു കാളയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ആനേനെയൊക്കെ എഴുന്നള്ളിച്ച് വാദ്യഘോഷങ്ങളോടൊക്കെ കൂടിയിട്ട് ഇതൊക്കെ പോകുക കേട്ടോ. അപ്പോൾ തമ്പോലയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ
കക്ക പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് ചേച്ചിമാരിങ്ങനെ ഡാൻസ് കളിക്കില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് കുട്ടികൾ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ പൂരത്തിനൊന്നും പോകാൻ പറ്റാത്തതിന് സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് കിട്ടുന്ന ചാൻസൊക്കെ നമ്മൾ മുതലാക്കണമല്ലോ. നല്ല അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന വർഷത്തിലൊരു പ്രാവശ്യമാണ് നമുക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ നന്നായി അടിച്ചു പൊളിക്കണമല്ലോ. പക്ഷേ ആ ചാൻസ് ഒന്നും ഇപ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നു.